കേരള PSC ആവർത്തിക്കുന്ന ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. 9 ആളുകൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ബിൽ വന്നപ്പോൾ 8 പേർ 12 രൂപയും 9-ാമൻ ശരാശരിയേക്കാൾ 8 രൂപയും അധികം കൊടുത്തു. എങ്കിൽ ബിൽ എത്ര രൂപ ആയി? ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. നമുക്കറിയാം ശരാശരി ഈക്വൽ ടു ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ നമുക്ക് ശരാശരി എത്രയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അതിനെ എക്സ് എന്നെടുത്തു. ശരാശരി എക്സ് ആണെങ്കിൽ ആകെ ബിൽ തുക, അതായത് ആകെ ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം, അതായത് എക്സ് ഇൻറ്റു 9, അല്ലെങ്കിൽ നമുക്ക് 9x എന്ന് എടുക്കും. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 8 പേർ 12 രൂപയും, അതായത് 8 ഇൻറ്റു 12 പ്ലസ് 9-ാമൻ ശരാശരിയേക്കാൾ 8 രൂപയും അധികം കൊടുത്തു. അതായത് ഇവിടെ ശരാശരി എക്സ്, അപ്പോൾ 9-ാമൻ കൊടുത്തത് എക്സ് പ്ലസ് 8 അല്ലേ? ഇതാണ് ആകെ തുക. അത് നമുക്ക് 9x എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 8 ഇൻറ്റു 12 96 പ്ലസ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 9x എന്ന് കിട്ടും. അവിടെ നിന്നും 96 പ്ലസ് 8 104 ഈസ് ഈക്വൽ ടു 9x മൈനസ് എക്സ് 8x. അവിടെ നിന്നും എക്സ് ഈക്വൽ ടു 104 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഇവിടെ എക്സ് എന്നത് ശരാശരിയാണ്, അത് നമുക്ക് 13 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ആകെ ബിൽ തുകയാണ് അല്ലേ? ആകെ ബിൽ തുക 9x ആണ്. അപ്പോൾ തുക ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 117 രൂപ എന്ന് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ.